അമ്മ ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ടെ. വേണ്ട, നീ പോണ്ട. എനിക്ക് ആ സാറിനെ കാണണം. ഞാൻ പോണ്ടെന്നല്ലേ പറഞ്ഞത്? പോണ്ടെന്ന് പറഞ്ഞാൽ നീ പോവല്ലേ? പോവാ നീ, പോവാ. വേണ്ട മോനെ, വേണ്ട. ഇവിടെ അവളാ അടുക്കളയിലെങ്ങാൻ കാണും. എന്താണ് ഇതേ? രാധയ്ക്ക് കൊടുക്കാൻ ആ സാറ് തന്നയച്ചതാ. എന്താ ഇതിനകത്ത്? ഞാൻ നോക്കി, നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ ആർക്കാ കേൾക്കുന്നറിയ? ആർക്കാ? എന്നോട് രാധയുടെ ഈ കൊടുക്കാൻ പറഞ്ഞു. അവൾക്കായിരിക്കും. ഭഗവാനെ, നീ കടാക്ഷിച്ചു. രാധയ്ക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ നല്ലോണം ഇരിക്കട്ടെ എന്ന് അദ്ദേഹം കരുതിക്കാം. ശരിയാ മോളെ. രാധേ, 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 നിങ്ങളുടെ വേഗം വാ. രാധേ, ഇതെല്ലാം നിനക്കാ. നമുക്ക് വേണ്ടി ആ സാറ് കേശവനാരെ കൊടുത്തയച്ചതാ. അതെ മോളെ. രാധേ, നീ പൊട്ടോളൂ. അവൻ നിന്നെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുക. മറ്റൊരു വഴിക്കും നിന്നെ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ അവൻ അവസാനമായി എടുത്ത വേലയാണ്. പണം കണ്ട് നീ മയങ്ങരുത്. നീ പോണോ? വേറെപ്പാളി അവന്റെ ഒരു ഉപദേശം. ഇത് തിരിച്ചു കൊടുക്ക. അങ്ങേര് പോയി മോളെ. പോകുമ്പോഴാ ഇതെന്റെ കയ്യിൽ തന്നത്. ഇതിവിടെ ആർക്കും വേണ്ട. തന്നവർക്ക് എന്നെ തിരിച്ചു കൊണ്ടേ കൊടുത്തേക്കൂ. മോളെ, നിനക്ക് ഭ്രാന്താണോ? അമ്മ, ഇത് വാങ്ങിക്കാനാ പറഞ്ഞത്. രാധേ, ഒരു കാരണവശാലും ഇത് തിരിച്ചു വാങ്ങരുതെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് എന്ത് ചെയ്താലും എനിക്ക് വിരോധമില്ല. ഞാൻ പോകും. മോനെ ചന്ദ്ര, നീ എവിടെയായിരുന്നു മോനെ ഇതുവരെ? എവിടെയൊക്കെയോ പോയമ്മേ. അങ്ങനെയെങ്കിലും അല്പം മനസമാധാനം കിട്ടട്ടെ എന്ന് കരുതിയാ നിന്നെ ഞാൻ പോകാൻ അനുവദിച്ചത്. പോയതിനേക്കാൾ വിഷമിച്ച തിരിച്ചു വരാമെന്ന് നിന്റെ മുഖം പറയുന്നല്ലോ മോനെ. കൃഷ്ണൻകുട്ടി, എങ്ങോട്ടാണ് നിങ്ങൾ പോയത്? എന്തിനാ പോയത്? ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നല്ലോ. അമ്മച്ചി അങ്ങനെ പറയരുത്. ഈ യാത്രയിലെ അവസാനത്തെ ക്യാമ്പിൽ വെച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാന സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്താണ്? പറയാം. അമ്മച്ചിയുടെ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോ കഥ മാറിപ്പോയി. പറയും മോനെ. അമ്മയോട് പറയാൻ വിഷമമാണെങ്കിൽ പറയണ്ട. ഞാനൊന്നോട്ട് ചോദിക്കുന്നുമില്ല. അങ്ങനെ ഒരു കഥയൊന്നുമില്ലമ്മേ. എന്റെ മോനെ, നീ ഇവിടുന്ന് പോയേ പിന്നെ ഈ അമ്മയുടെ മനസ്സ് തീയായിരുന്നടാ. ഞാനിപ്പോ പറയട്ടെ, എന്റെ മോൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു പെൺകുട്ടിയെ വേണേലും നീ വിവാഹം കഴിക്കേ. ജാതിയോ മതമോ പണമോ പ്രതാപമോ ഒന്നും ഈ അമ്മ നോക്കില്ല. മോന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ വേഗം നീ കണ്ടെത്ത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയമ്മേ. ഈശ്വര, അങ്ങൊരു വഴി കാണിച്ചു തന്നു. പറയും മോനെ ആരാണെന്ന്. ഇന്നെങ്കിൽ ഇന്ന് ആ വിവാഹം ഞാൻ നടത്തും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കിഷ്ടമാണെങ്കിൽ ആ കുട്ടിയെ തന്നെ നീ വിവാഹം കഴിക്കേ. ഞാൻ ഉടനെ പോയി ആലോചിക്കാം. അത് നടപ്പില്ലമ്മേ. അതെന്താ? അവിടെയും ഈ നശിച്ച പണം തന്നെയാണ് പ്രശ്നം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മോനെ. അവളുടെ ചേച്ചിയെ ഒരു പണക്കാരൻ നശിപ്പിച്ചു. ഇപ്പൊ എല്ലാ പണക്കാരോടും അവൾക്ക് വെറുപ്പാണ്. എന്റെ മോനെ അവൾക്ക് മനസ്സിലാകാഞ്ഞിട്ട. ഞാൻ പോകാം. അവിടെ മനസ്സുമായി ഞാൻ തിരിച്ചു വരും. കൃഷ്ണൻകുട്ടി, വേണ്ടമ്മേ. ഇപ്പൊ അവളുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. അതെന്താ മോനെ? അതങ്ങനെയാണ്. അത്ര തീർച്ചയാണോ? അതെ.
ഈശ്വര, ഇങ്ങനെ സങ്കടപ്പെടുത്താനും മാത്രം ഞങ്ങൾ എന്ത് പാപം ചെയ്തു? അമ്മ കരയരുത്. പാപം ചെയ്തത് ഞാനാണ്. ഞാൻ കാരണമാണ് രാധ ആത്മഹത്യ ചെയ്തത്. ആ പാപം തുടച്ചു കളയാൻ നോട്ട് കെട്ടിട്ടില്ലാവൂല്ല അമ്മേ. എല്ലാം ഞാൻ അനുഭവിച്ചോളാം. ഞാനിപ്പോ എന്ത് പറയാനാ? അവൾ അത് അവളുടെ പെട്ടിയുടെ അകത്ത് വെച്ച് പൂട്ടിയേക്കുക. അബദ്ധത്താൽ എങ്ങനെ അറിയാതെ ആ പെട്ടിയുടെ അടുത്തേക്ക് എങ്ങനെ ഞാൻ ചെന്നാ മതി. ഈറ്റപ്പുലിയെ പോലെ അല്ലേ അവളുടെ നോട്ടം. ഈശ്വര, എനിക്കോ മറ്റോ ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഈ പാടും ദുരിതം ഒക്കെ ഒന്ന് മാറുമായിരുന്നു. പണം ആരുടെ കിട്ടിയാലും അങ്ങനെ തന്നെ. പെൺകുട്ടികൾ വാശി പിടിച്ചാൽ അവർ ഇതും ചെയ്യും, ഇതിനപ്പുറം ചെയ്യും. അങ്ങനെയാ അവരുടെ സൃഷ്ടി. നിങ്ങൾ എന്താ പറയുന്നത് രാഘവന്നേരെ? പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? പണം കണ്ടാൽ മനുഷ്യൻ മറക്കാൻ പാടില്ലാത്തത് മറക്കും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും. ഇവനെവിടെ ആയിരുന്നോ ഇത്രയും നേരം? ഇവനെ ചെളിവെള്ളത്തിൽ കളിക്കുകയായിരുന്നു അച്ഛാ. മോളെ രാധേ, നീ ആ പണം എടുത്ത് അച്ഛന് കൊടുക്ക്. അച്ഛന് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കട്ടെ. അത് എത്ര പറഞ്ഞാലും അവളുടെ ചെവി കയറൂല. അല്ലെങ്കിൽ നിന്റെ ഈ വാശിക്ക് എന്താ ഒരർത്ഥം? ആ അർത്ഥം നോക്കി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. അങ്ങനെയൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല നിങ്ങൾ എല്ലാം വിചാരിച്ചാ മതി. അതെങ്ങനെയാണ് വിചാരിക്കുക? പണം ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള ഒരു സത്യമല്ലേ? വയറ് വിശക്കുന്ന അവസരം ചോറുണ്ടോ എന്ന് വിചാരിച്ചാൽ മതിയോ? വിശപ്പ് കേടുവോ? അങ്ങനെ ഒരു 4 ചോദ്യം കൂടി ചോദിക്കും ചേട്ടാ. 4 അല്ല 4000 ചോദിച്ചാലും ഈ രാത്രി അത് തൊടില്ല. ഇത്രയല്ലേ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. പാടാൻ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ. എന്നാലും എങ്ങനെയുണ്ട് ഒരു പിടിവാശി? പത്മനാഭ, അവിടെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? ആ തിണ്ടി ഡ്രൈവർ ആയിരിക്കും അവിടെ മനസ്സിൽ. അവിടെ ദുഷന്തൻ. ഓ, ലോകം മറന്നുള്ള ഒരു ഇരിപ്പ്. ശകുന്തളെ, എടി ശകുന്തളെ, അവളുടെ ഒരു ദുഷ്യന്തൻ. നീ ആരെ വിചാരിക്കുന്നു? അവൻ നിന്നെ മറന്നുപോട്ടെ. ചേട്ടാ, അയ്യോ, അങ്ങനെ ശപിക്കല്ലേ. ആ ശരിക്കും അവളുടെ ഒരു പ്രേമം. ശകുന്തളെ, ഈ ശാപം സാരമില്ല. വല്ല അടയാളവും കാണിച്ചു കൊടുത്താ നിനക്ക് രക്ഷപ്പെടാം. അവളെ ഞാൻ രക്ഷിച്ചോളാം. നീ നിന്നെ രക്ഷിക്കാൻ നോക്ക്. ആ ചന്ദ്രൻ എന്ന് പറയുന്നവൻ വീണ്ടും വല്ലപ്പോഴും ഈ വഴി വന്നാൽ അവൾ ആ പണപ്പെട്ടി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. രാധയെ നിനക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുണ്ടായിക്കോ. രൂപ 10,000 ഉണ്ടെന്നാ കേൾവി. ആ പെട്ടി കണ്ട് ആരും നുണച്ചിറക്കണ്ട. അത് കിട്ടാൻ പോണില്ല. ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും അവൾ അതിന് ഒരു പൈസ എടുക്കില്ല. ഉണ്ടായി. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഈ നാണക്കുട്ടൻ വഴി മുടക്കില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ കെട്ടുമായിരുന്നു. അവള് കാത്തിരിക്കുക. ചേട്ടനങ്ങിയല്ലേ? നിന്റെ ചേട്ടനായി പോയ നല്ലൊരു കുറവേ ഇരിക്കുള്ളൂ, അല്ലാതെ യാതൊരു യോഗ്യത കുറവില്ല. എടോ, താനെന്തോന്ന് ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം. ഈ തന്തയെ ഈ കാര്യത്തിൽ തൊട്ടു തൊടിയിക്കരുത്. നേരെ അമ്മയുടെ അടുത്ത് പോയി കാര്യം പറയണം. കാര്യം നടക്കും. വേണം. വൈകിട്ട് കാണാം. ഡേ, ഇന്ന് TV-യിൽ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. രാത്രിയിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരും. ചേട്ടാ, ഇനിയും എന്നോട് ഇതിന് പറയരുത്. എനിക്കിനി വയ്യ. പോയി ഓടുന്നു. ഒരു ശീലാവധി വന്നിരിക്കുന്നു. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാൻ ചേട്ടാ. എന്നാ പിടി. ഓടുന്നു. ഓരും കൈയും പിടിക്കാൻ വന്നിരിക്കുന്നു.